തൃപ്പൂണിത്തുറയിൽ ഉണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഏകദേശം 25ലധികം പേർക്കാണ് പരിക്കേറ്റത്. അതിൽ ഒരാൾ മരണപ്പെട്ടു. 2 പേർ ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. ഇതിൽ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട ഏകദേശം 1 കിലോമീറ്ററിലധികം ചുറ്റളവിൽ വരുന്ന വീടുകൾക്കാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ വെടിക്കെട്ട് അപകടം നടന്ന സ്ഥലത്തിനോട് ചേർന്നുള്ള നിരവധി വീടുകളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും നശിച്ച്, അതിനോടനുബന്ധിച്ച് തന്നെ തൃപ്പൂണിത്തുറ നഗരസഭ നിലവിൽ ഇപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ തൊട്ടടുത്ത് ഈ പുഷ്പാഞ്ജലി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കിൽ കൊണ്ടുവന്ന അപേക്ഷയും മറ്റും കാര്യങ്ങളും നൽകണം. അതിൽ പ്രധാനമായിട്ടും നഷ്ടപ്പെട്ട എന്തൊക്കെയാണ്, അതിൽ കേടുപാടുകൾ സംഭവിച്ചത് എന്തൊക്കെയാണ്, മറ്റു കാര്യങ്ങൾ, അവർക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ തൊട്ടപ്പുറത്ത് ഒരുക്കിയിട്ടുണ്ട്. വീട് പൂർണ്ണമായിട്ടും പോയ ആളുകൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങളും മറ്റുമൊക്കെ തൊട്ടപ്പുറത്ത് തന്നെ ഒരുക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക ഹെൽപ്പ് ഡെസ്ക്കാണ് ഇവിടെ നഗരസഭയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ളത്. അതിനോടനുബന്ധിച്ച് തന്നെ മറ്റ് അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് പ്രത്യേക മെഡിസിൻ ഡെസ്കും തൊട്ടടുത്ത് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ നഗരസഭ എന്ന നിലയിൽ പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നിലവിൽ ചെയ്തു പോകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നിലവിൽ പല വീടുകളിലും ഇന്ന് വാസയോഗ്യമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് പ്രത്യേകം കിടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളും മറ്റുമൊക്കെ ഈ നഗരസഭ തന്നെ ചെയ്ത് നൽകുന്ന ഒരു പ്രവൃത്തിയും കൂടി ഇവിടെ നടക്കുന്നുണ്ട്. ഈ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഇങ്ങനെ രൂപീകരിച്ചത്. ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്ത് ഇത് സംബന്ധിച്ച് തങ്ങളുടെ വീടുകൾക്ക് പറ്റിയ കേടുപാടുകൾ സംബന്ധിച്ച കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മറ്റൊന്ന്, ഈ വെടിക്കെട്ട് അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ 4 പേർ തൃപ്പൂണിത്തുറ പോലീസിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദേവസ്വത്തിൻ്റെ ജീവനക്കാർ, അതോടൊപ്പം തന്നെ ഈ വെടിക്കെട്ടിൻ്റെ കരാറെടുത്ത ആളുകളുടെ പ്രതിനിധികൾ എന്നിങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ളത്. കരാർ എടുത്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിട്ടുള്ള പ്രവീൺ എന്ന ആളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേരിലാണ് ഇത് സംബന്ധിച്ച് ലൈസൻസ് ഉള്ളതെന്നും വ്യക്തമാകുന്നു. നിലവിൽ ഇവരെല്ലാം കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ വിശദാംശങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും നിലവിൽ ഇപ്പോൾ ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി വിശദമായ പരിശോധനകൾ നടത്തി വേണ്ട സാമഗ്രികൾ പരിശോധനയ്ക്കായിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. അതിനുശേഷം വിശദ പരിശോധനയ്ക്ക് മാത്രമേ എന്താണ് ഇങ്ങനെ ഒരു സ്ഫോടനത്തിനിടയായ സാഹചര്യം ഉണ്ടായതെന്ന് കൂടി മനസ്സിലാക്കാൻ കഴിയും. ക്യാമറമാൻ ബിനു പാവുമ്പയ്ക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.